രാവിലെ ഒരു പണിയുമില്ലാതെ ബേബീസുമായിട്ട് കൊതിയെന്ന് പറയാൻ പറഞ്ഞിരിക്കുമ്പോഴാണ് മഞ്ജുവിൻ്റെ ഒരു ചോദ്യം, അൽഫാം ഉണ്ടാക്കിയതെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് നമ്മുടെ സമാധാനം ഷാഞ്ചിയോക്കാവിൽ മുത്തപ്പനെ മനസ്സിൽ ധ്യാനിച്ച് അൽഫാം ഉണ്ടാക്കാൻ തുടങ്ങി. കാന്താരി ഒരു 5-6 പറിച്ചെടുത്ത് നേരെ ഇഞ്ചിയുടെ ചോട്ടിലേക്ക് അവിടെ ചെന്നപ്പോൾ 3G ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നല്ല കാട്ടുമല്ലിയിൽ അത് 1-2 പറിച്ചെടുത്തിട്ട് നേരെ ജാറിന് ലക്ഷ്യമാക്കി. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലി, കാന്താരി, സവോള, നാരങ്ങാനീര്, ക്രഷ്ഡ് പെപ്പർ, പിന്നെ തൈര്, ഉപ്പ്, പിന്നെ മഞ്ഞൾ, പിന്നെ സ്റ്റൈലായിട്ട് വീഴുന്ന മുളകാപ്പൊടി, പിന്നെ ലേശം മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഒലിവ് ഓയിൽ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ വാങ്ങിച്ച ചിക്കൻ അതാ ഇങ്ങനെ നെഞ്ചാങ്കൂട് നോക്കി ഇതാ ഇങ്ങനെ അറുത്തെടുത്ത് അവൻ്റെ കഴുത്തിന് ലക്ഷ്യമാക്കിയാണ് ഈ അറക്കൽ പോകുന്നത്. കഴുത്ത് പിടിച്ച് കഴുത്ത് കണ്ടിച്ച് മാറ്റിയിട്ട് അവനെ അത്യാവശ്യം ഇങ്ങനെ പിടിച്ച് നിവർത്താനൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ നിവരുന്നില്ല. പിന്നെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കി ശേഷം അവനെ പുഴയുടെ അരികിലേക്ക് കൊണ്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ മസാല ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ചിട്ട് നല്ല ശരിക്കും അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു. ഈ പുഴയുടെ അരികെ വെച്ച് തേച്ചാൽ റീച്ച് കൂടും അത്രേ. ഈ കൂടിയാലും ഇല്ലേലും അങ്ങ് തേച്ചു നല്ല വൃത്തിയാക്കി മസാല പിടിച്ചിട്ട് വെള്ളം പുഴ പോയി. ശേഷം ഞാൻ ഗ്രില്ല് ചെയ്യാനുള്ള കനൽ റെഡിയാക്കാനായിട്ട് ഇഷ്ടിയൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 പേരും കൂടെ വന്നിരുന്ന് ഇതുവരെ ഞങ്ങൾ കാണാത്ത എന്തോ ഒരു കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 2 പേരും പടിയിൽ സമാധാനമായിട്ടിരിക്കില്ലേ, എന്തെങ്കിലും കളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നീട് നമ്മൾ അടുപ്പിലേക്ക് തീ പകരാനായിട്ട് ഇത്തിരി കണ്ണെടുത്തതിലിട്ട് അതിലേക്ക് നല്ല വിറകുകൾ ഇറക്കിയിട്ട് ബ്ലാസ്റ്റ് കത്തിച്ചു. പതിവിൽ വിപരീതമായിട്ട് ഇന്നെന്തോ പെട്ടെന്ന് കത്തി. എൻ്റെ മോനെ എന്താ തീ! ഈ സമയത്ത് നമ്മൾ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനെ നേരെ എടുത്ത് ഗ്രില്ലിലേക്കിട്ട് നന്നായിട്ട് വിടർത്തി നല്ല വൃത്തിയായിട്ട് വെച്ചു. കാര്യം എല്ലാ സ്ഥലത്തും ചൂട് നന്നായിട്ട് കിട്ടണം. എന്നിട്ട് നേരെ നമ്മുടെ അടുപ്പിലേക്ക് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഓയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്ത് തിരിച്ചു മറിച്ചു ഒക്കെ ഇട്ടു. കുഞ്ഞാപ്പികൾ 2 പേരും അലമ്പ് തുടങ്ങി കേട്ടോ. ഏകദേശം സാധനം വെന്ത് വന്നു. ഏകദേശം ഒരു 30 മിനിറ്റോളം ഇങ്ങനെ വെച്ച് വേവിച്ചു. സംഗതി ഏകദേശം റെഡിയായി. ഈ സമയത്ത് 2 പേരും അവിടെ ഇരുന്ന് മടുത്ത് അകത്ത് കയറി കളി തുടങ്ങി. വണ്ടി തള്ളാൻ പുറത്തുനിന്നൊരു തെണ്ടിയുടെയും സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ നൈറ ചാരിയിരിക്കുന്ന കുഷ്യൻ സീറ്റ് ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന സ്നഗ്ഗിയുടെ കവറാണെന്ന് എത്ര പേർക്കറിയാം. അവസാനം നമ്മുടെ അൽഫാം റെഡിയായി. വീട്ടിൽ അത്യാവശ്യം ഉണ്ടായിരുന്ന അനതാരികൾ വെച്ച് ഞാനുണ്ടാക്കിയ അൽഫാമിന് ഏകദേശം 230 രൂപ ചിലവായി. അത് അത്യാവശ്യം ക്യാബേജും ക്യാരറ്റും ഒക്കെ വെച്ചൊരു സാലഡ് ഉണ്ടാക്കി, പിന്നെ മയണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി, പിന്നെ പുറത്തുനിന്നൊരു കുബൂസും കൂടെ വാങ്ങിച്ചപ്പോൾ സംഗതി ഉഷാറായി. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് വീട്ടുകാരുടെ കമൻറ്റും കൂടെ ആയപ്പോൾ സന്തോഷമായി. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ.